അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ദൂരം ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് ആകപ്പാട് പകർച്ചയായിരുന്നു. ജനങ്ങൾ ഇത് വിജയമായി കണ്ടു. ഇത് വിജയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ്. പട്ടിണി പാവങ്ങളുടെ ചോരപ്പണം തുരന്നെടുത്തുകൊണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത അതിനെയും തുടരും. നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരിമന്നൂര് മാത്രം സംസാരിക്കും. കരിമന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ, സാന്ത്വനമേകാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സാന്ത്വനം അവർക്ക് ഏകാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെക്കൊണ്ട് ചെയ്യാൻ സാധിക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും തൃശ്ശൂർ ജില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും വിവിധ മണ്ഡലങ്ങളിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഒരു ആവേശമാണ്, ഒരു സന്ദേശമായിട്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടത് നല്ല ശുദ്ധമായ ആത്മാർത്ഥമായ പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ശീതീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചൂടുകാലത്ത് കയറി നമുക്ക് ഇരുന്ന് സുഖിക്കാനുള്ളതല്ല എന്ന് പറയുന്ന വലിയ സന്ദേശം നല്ലതുപോലെ തൃശ്ശൂരിന് വേണ്ടി എങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊരുതിയോ അതിന്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവ് റിസൾട്ട്സ് മാത്രം നമുക്ക് കൊയ്തെടുക്കുവാനുമുള്ള മനസ്സ്, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അത് ഈ ഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്ത് കളയരുത്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇട്ടുകൊണ്ട് പോകണം, ഇടാതെ പോകണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥന മാത്രം മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് നല്ല വന്ദേമാതരം വളരെ മനോഹരമായിട്ടാണ് സദാനന്ദ മാഷുടെ മകളാണ്. വളരെ മനോഹരമായിട്ടാണ്, നല്ല ഐശ്വര്യപൂർണമായ തുടക്കമായിരുന്നു. അതങ്ങനെ തുടരട്ടെ, അല്ലെ അടിച്ചു തുടരും.